ഓം നമോയ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനെ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണെ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണെ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധർ ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇന്നത്തെ ഗീതാ ക്ലാസ്സിലേക്ക് സുസ്വാഗതം. ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ അധ്യായം കംപ്ലീറ്റ് ചെയ്തു. അതുകൊണ്ട് എൻ്റെ നാലാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച ചെയ്തത് നാലാമത്തെ അധ്യായത്തിൽ കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ മൂന്നാമത്തെ അധ്യായത്തിൻ്റെ ഒരു ഏകദേശ എന്താണ് പറയുക, ഒരു എല്ലാം കൂടി ഒന്ന് സംയോജിപ്പിച്ചുകൊണ്ട് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അപ്പം അതിനകത്ത് നമ്മൾ കണ്ടു, അർജുൻ്റെ ഒരു പ്രധാനപ്പെട്ട സംശയമായിരുന്നു, ഒരു വ്യക്തി തെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ കൂടി ആ വ്യക്തിയെ കൊണ്ട് തെറ്റ് ചെയ്യിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട്. എല്ലാവരുടെ ഉള്ളിൽ ആ ഘടകമുണ്ട്. ആ ഘടകം എന്താണെന്നാണ്. അപ്പോൾ ഇതിന് മറുപടിയായിട്ട് ഭഗവാൻ പറഞ്ഞത്, വ്യക്തിയുടെ ഉള്ളിലുള്ള തീവ്രമായ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ തീവ്രമായ കാമമാണ് ആ വ്യക്തിയെ കൊണ്ട് തെറ്റ് ചെയ്യിക്കുന്നതായിരുന്നു ഭഗവാൻ പറഞ്ഞത്. ഒപ്പം ഭഗവാൻ പറഞ്ഞത്, ഇഹലോകത്തിലെ ഏറ്റവും വലിയ ശത്രു, അതായത് ഈ ഭൗതിക ലോകത്തെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് കാമമാണ്. രണ്ട് കാര്യങ്ങൾ ഭഗവാൻ പറഞ്ഞു. ഒന്ന്, നമ്മളെ കൊണ്ട് തെറ്റുകൾ ചെയ്യിക്കുന്ന നമ്മുടെ ഉള്ളിലുള്ള തീവ്രമായ ആഗ്രഹം. തീവ്രമായ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഭൗതികമായ ആസക്തി, ഭൗതികമായ ആഗ്രഹങ്ങൾ. ഇനിയും വേണം, വേറെ വേണം, അത് വേണം, ഇത് വേണം, സ്ത്രീ പുരുഷ ബന്ധം, ഇതൊക്കെയാണ് ഒരു വ്യക്തിയെ കൊണ്ട്. അപ്പം ആഗ്രഹം, കാമങ്ങളാണ് ഒരു വ്യക്തിയെ കൊണ്ട് തെറ്റ് ചെയ്യിക്കുന്നത്. ആ കാമമാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശത്രു എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനൊപ്പം ശത്രു ആരാണെന്ന് തിരിച്ചറിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഭഗവാൻ പറഞ്ഞത്, ശത്രു എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിലെ 3 സ്ഥലങ്ങളെക്കുറിച്ചാണ് ഭഗവാൻ പറഞ്ഞത്. 1 നമ്മുടെ ഇന്ദ്രിയങ്ങൾ, 2 മനസ്സ്, 3 ബുദ്ധി. ഇതിനെക്കുറിച്ച് നമ്മൾ വളരെ വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഇവിടെ ശത്രു ആരാന്നറിഞ്ഞു, ശത്രു എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്നറിഞ്ഞു. ഞാൻ ഉദാഹരണം പറഞ്ഞു. 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധമുണ്ടാകുകയാണെങ്കിൽ അപ്പോൾ ഒരു രാജ്യത്തിലെ സേനയുടെ ഏറ്റവും വലിയ ദൗത്യമെന്ന് പറഞ്ഞാൽ ശത്രുവിനെ തിരിച്ചറിയുക, ശത്രു എവിടെയാണ് ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന അറിയുക. മൂന്നാമത്തെ എന്താണ്, ശത്രുവിനെ എങ്ങനെ ജയിക്കണം, അതായത് ശത്രുവിനെ നമ്മളെ എങ്ങനെ അറ്റാക്ക് ചെയ്യണം. അപ്പം ശത്രു ആരാണെന്നറിഞ്ഞു, ശത്രു എവിടെയാണെന്നറിഞ്ഞു, ഇനിയും ശത്രുവിനെ എങ്ങനെയാണ് ജയിക്കാൻ കഴിയുന്നത്. അതിന് വ്യക്തമായിട്ട് ഭഗവാൻ പറഞ്ഞത്, ഒരു വ്യക്തി തൻ്റെ ഉള്ളിലുള്ള സ്പിരിച്വൽ ഇൻ്റലിജൻസും സ്പിരിച്വൽ പവറും, ആധ്യാത്മിക ജ്ഞാനം, ആധ്യാത്മികമായ ശക്തി നേടുക. അപ്പം മുഖ്യമായി ഈ വിഷയങ്ങളാണ് ഭഗവാൻ 4-ാമത്തെ അധ്യായത്തിൽ ചർച്ച ചെയ്യാൻ. അതായത് ആധ്യാത്മിക ബുദ്ധി അഥവാ ആധ്യാത്മിക ജ്ഞാനം, അതെങ്ങനെ നേടണം, അതെന്താണ്, ആധ്യാത്മ മുക്തിയിലൂടെ നിഷ്കാമ കർമ്മം എങ്ങനെയാണ് ചെയ്യുന്നത്,
നിഷ്കാമ കർമ്മത്തിലൂടെ ആധ്യാത്മിക ബുദ്ധിയെ എങ്ങനെ വികസിപ്പിക്കാം, ഈ കാര്യങ്ങളാണ് ഭഗവാൻ 4-ാം അധ്യായത്തിൽ ചെയ്യുന്നത്. 4-ാമത്തെ അധ്യായത്തിന്റെ തുടക്കം, 4-ാം അധ്യായത്തില് ഭഗവാനാണ് തുടങ്ങുന്നത്. 4-ാമത്തെ അധ്യായം 3-ാമത്തെ അധ്യായം പറഞ്ഞു നിർത്തിയതും ഭഗവാനാണ്. അപ്പൊ 4-ാമത്തെ അധ്യായത്തില് ആദ്യം ഭഗവാൻ പറയുന്നത് ഭഗവത്ഗീതയുടെ ചരിത്രമാണ് പറയുന്നത്. ആദ്യത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞത് ശ്രീ ഭഗവാനുവാച ഇമം വിവസ്വതേ യോഗം പ്രോക്തമാനഹമവ്യയം വിവസ്വാൻ മനുവേ പ്രാഹ മനുര് ഇച്ഛാവേ അബ്രവീത്. ശ്രീ ഭഗവാനുവാച, ഭഗവാൻ പറഞ്ഞു. ഭഗവാൻ എന്താ പറഞ്ഞത്? ഇമം വിവസ്വതേ യോഗം, അതായത് ഈ അവിനാശിയായ തത്വത്തെ, യോഗത്തെ, ശാസ്ത്രത്തെ, ഏത് ഭഗവത്ഗീത തത്വങ്ങളെ, ഈ അവിനാശിയായ തത്വങ്ങളെ ഞാൻ ആദ്യം പറഞ്ഞു കൊടുത്തത് വിവസ്വാനാണ്. നിങ്ങൾ ഒരുപക്ഷെ പലരും ഈ പേര് ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്, വിവസ്വാൻ എന്നുള്ള പേര്. അതാരാന്ന് നമുക്ക് പറയാം. വിവസ്വാന് പറഞ്ഞു കൊടുത്തു. വിവസ്വാൻ മനുവേ പ്രാഹാം, വിവസ്വാൻ മനുവിനോട് പറഞ്ഞു കൊടുത്തു. അപ്പൊ മനു ഇക്ഷ്വാകുവെ അബ്രവീത്, അബ്രവീത് എന്ന് പറഞ്ഞു കൊടുക്കുക, ഇക്ഷ്വാകുവിനോട് പറഞ്ഞു കൊടുത്തു. വിവസ്വാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യദേവന്റെ പേരാണ്. ഇപ്പോഴും ഈ മന്വന്തരത്തിലെ സൂര്യന്റെ പേരാണ് വിവസ്വാൻ. നമുക്ക് പലപ്പോഴും നമ്മൾക്ക് അറിയാൻ മേലാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ദേവീദേവതമാർ 33 കോടി ദേവതമാരുണ്ടെന്ന് പറയുന്നു. അതിന് പലരും പല വ്യാഖ്യാനങ്ങൾ കൊടുക്കാറുണ്ട്. 33 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 33 കോടിയാണോ? ഞാൻ ഒരു മിനിറ്റ് ഇത് ലൈറ്റ് ഒന്ന് ഓൺ ചെയ്തു കേട്ടോ, ലൈറ്റ് ഓൺ ചെയ്യാൻ മറന്നു. അതിന് പലരും പല തത്വങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ വാസ്തവത്തിൽ 33 കോടി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ 33 കോടി ദേവീദേവതമാര്, ഗന്ധർവന്മാര്, കിന്നരന്മാർ എല്ലാവരും ചേർന്ന് 33 കോടിയുണ്ട്. അവർക്ക് വ്യക്തമായിട്ട് ഓരോ ജോലിയുണ്ട്. ഉദാഹരണത്തിന് കാറ്റ് വായു ഭഗവാനാണ്, മഴ പെയ്ക്കുന്ന ഇന്ദ്രനാണ്, സമുദ്രത്തിന്റെ വരുണനാണ്. അങ്ങനെ ഓരോരുത്തർക്കും ദുർഗാദേവിയാണ് ഇവിടുത്തെ പ്രതിരോധം ചെയ്യുന്നത്. ദേവന്മാരുടെ സേനയുടെ തലവൻ സുബ്രഹ്മണ്യനാണ്, വിഘ്നങ്ങൾ മാറ്റുന്നത് ഗണപതിയാണ്. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഈ പോസ്റ്റുകളുടെയൊക്കെ പേരാണ് നമുക്കറിയുന്നത്, വ്യക്തിയുടെ പേര് നമുക്കറിയില്ല. ഉദാഹരണം ദുർഗ എന്ന് പറഞ്ഞൊരു പോസ്റ്റാണ്. അതിന്റെ ആ ദുർഗ എന്നുള്ള വാക്കിന് അർത്ഥമുണ്ട്. അപ്പം അതുപോലെ തന്നെ ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ രാജാവ് എന്നാണ് അർത്ഥം, ദേവന്മാരുടെ രാജാവ്. അതാണ് ദേവേന്ദ്ര എന്ന് നമ്മൾ വിളിക്കുന്നത്. ദേവേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ ഇന്ദ്രൻ, ദേവന്മാരുടെ രാജാവ്. ഗണപതി ഒരു പോസ്റ്റാണ്. സൂര്യൻ ഒരു പോസ്റ്റാണ്, വ്യക്തിയുടെ പേരല്ല. ഈ മന്വന്തരം കഴിയുമ്പോൾ സൂര്യൻ മാറും, ആ വ്യക്തി മാറും, ആ പോസ്റ്റ് അതുപോലെ തന്നെ ഇരിക്കും. പിന്നെ വരുന്നത് സൂര്യൻ തന്നെയാണ് അറിയപ്പെടുന്നത്. അതായത് ഇന്ന് നമുക്കൊരു പ്രധാനമന്ത്രിയുണ്ട്, വിദ്യാഭ്യാസ മന്ത്രിയുണ്ട്, റെയിൽവേ മന്ത്രിയുണ്ട്. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ആ പോസ്റ്റ് അതുപോലെ അവിടെ കാണും, പോസ്റ്റിന് വ്യത്യാസം വരുന്നില്ല. അപ്പൊ ഇപ്പൊ ഇരിക്കുന്ന സൂര്യദേവന്റെ പേരാണ് വിവസ്വാൻ. ഈ സൂര്യദേവനാണ് ഭഗവാൻ പറഞ്ഞത് ഞാൻ ആദ്യം ഈ വിജ്ഞാനം കൊടുത്തത്. അപ്പൊ സൂര്യദേവന്റെ പുത്രനാണ് മനു. ഭഗവാൻ സൂര്യദേവന് ഈ ഉപദേശം കൊടുത്തു. അതാണ് പറഞ്ഞത് ഇമം വിവസ്വതേ യോഗം പ്രോക്തമാനഹം അവ്യയം വിവസ്വാൻ മനുവേ പ്രാഹ. മനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവസ്വാന്റെ പുത്രൻ, സൂര്യന്റെ പുത്രനാണ് മനു. നമുക്കത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം. അതായത് ഭഗവാൻ സൂര്യദേവന് പറഞ്ഞു കൊടുത്തു, സൂര്യദേവൻ തന്റെ പുത്രന് പറഞ്ഞു കൊടുത്തു. എന്ത്? ഭഗവത്ഗീതയുടെ ഉപദേശങ്ങൾ, ഈ യോഗത്തെ, ഈ ശാസ്ത്രത്തെ പറഞ്ഞു കൊടുത്തു. ഇവം വിവസ്വതേ യോഗം പ്രോക്തവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദേശിച്ചു. അവ്യയം എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തത്, അതായത് ഒരിക്കലും നശിക്കാത്ത ഈ തത്വത്തിനാണ് ഭഗവാൻ പറഞ്ഞത്. ഉപദേശിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് മനു ഇക്ഷ്വാകുവിന് പറഞ്ഞു കൊടുത്തു. ഇക്ഷ്വാകു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഈ യോഗം സനാതനമാണ്. സനാതനമായ ഈ തത്വത്തെ ഭഗവാൻ സൂര്യദേവന് പറഞ്ഞു കൊടുത്തു. സൂര്യദേവൻ തന്റെ പുത്രന് മനുവിന് പറഞ്ഞു കൊടുത്തു.
മനു തൻ്റെ പുത്രന് ഇക്ഷ്വാകുവിന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഇവിടെ ശാസ്ത്രങ്ങളിൽ 2 വംശങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്, സൂര്യവംശവും ചന്ദ്രവംശവും. പ്രഭു ശ്രീറാം അവതരിച്ചത് സൂര്യവംശത്തിലാണ്, ഭഗവാൻ കൃഷ്ണൻ അവതരിച്ചത് ചന്ദ്രവംശത്തിലാണ്. ഈ 2 വംശങ്ങളാണ് ബാക്കി ഇങ്ങോട്ട് പരമ്പരയിൽ വന്നിട്ടുള്ളത്. അപ്പം ഇവിടെ സൂര്യവംശത്തിനെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ സൂര്യവംശം ആരംഭിക്കുന്നത് സൂര്യനിൽ നിന്നാണ്. ആ വംശത്തിലെ ഏറ്റവും മഹാനായ ഒരു രാജാവായിരുന്നു മനു. മനുവിൽ നിന്നാണ് മനുഷ്യവംശം ഉണ്ടായത്. അതുകൊണ്ടാണ് നമുക്ക് മനുഷ്യൻ പേര് കിട്ടിയത്. ഈ മനുവാണ് മനുഷ്യന് വേണ്ട നിയമങ്ങൾ എഴുതി ഉണ്ടാക്കിയത്. അതാണ് മനുസംഹിത അല്ലെ മനുസ്മൃതി എന്ന് പറയുന്നത്. പലരും മനുസംഹിത കണ്ടിട്ടില്ല, മനുസ്മൃതി എന്താണെന്ന് അറിയത്തില്ല. അറിയാതെ പലരും രാഷ്ട്രീയക്കാർ, നമുക്കറിയാം, മനുസ്മൃതിയെ കുറ്റം പറയും. മനുസ്മൃതി അനുസരിച്ചാണ് അങ്ങനെ കുറച്ച് കുറ്റം പറയാറുണ്ട്. അവർ മനു എന്താണെന്നറിയില്ല, മനുസ്മൃതി എന്താണെന്ന് അറിയത്തില്ല. പിന്നെ ഹിന്ദു ധർമ്മത്തിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചീത്ത വിളിച്ചാൽ അവർക്ക് വോട്ട് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അവർ മനുസ്മൃതിയൊക്കെ പറഞ്ഞിട്ട് കിടന്ന് കുറെ പറയാറുണ്ട്. അപ്പം ഈ ശ്ലോകത്തിലൂടെ ഭഗവാൻ ഗീതയുടെ ഇതിഹാസമാണ് പറയുന്നത്. അതായത് ഈ ഗീതയുടെ തത്വങ്ങൾ എവിടെ നിന്നാണ് ആരംഭിച്ചത് ഭഗവാനിൽ നിന്നാണ്. അതിങ്ങനെ പരമ്പര വഴി എങ്ങനെയാണ് വന്നതെന്ന്. അപ്പോൾ സൃഷ്ടിയുടെ ആദ്യമാണ് സൂര്യന് ഭഗവാൻ ഈ ജ്ഞാനം ഉപദേശിച്ചത്. സൃഷ്ടിയുടെ ആദ്യം എന്ന് പറയാൻ കാരണം എന്താണ്? കാരണം മനുവിന് പറഞ്ഞു കൊടുത്തു. മനു ഈ മന്വന്തരത്തിൻ്റെ വിവസ്വാനാണ് ഈ മന്വന്തരത്തിലെ സൂര്യദേവൻ. അപ്പോൾ സൂര്യദേവൻ മനുവിന് ഉപദേശിച്ചു, മനു ഇക്ഷ്വാനു ഉപദേശിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പരമ്പരയുടെ ആരംഭത്തിലാണ്, മനുഷ്യൻ ഉണ്ടായ കാലം മുതലേ ഈ ഭഗവത്ഗീത തത്വങ്ങൾ നമുക്കുണ്ട്. അപ്പം അന്ന് ഈ ദിവ്യജ്ഞാനം ഗ്രന്ഥരൂപത്തിലായിരുന്നില്ല. കാരണം അന്നത്തെ കാലത്ത് ആൾക്കാരുടെ സ്മൃതി ഭയങ്കരമായിരുന്നു. അതുകൊണ്ടാണ് ഈ പല ഗ്രന്ഥങ്ങളെ സ്മൃതി ഗ്രന്ഥം എന്ന് പറയുന്നുണ്ട്, ചിലതിനെ ശ്രുതി ഗ്രന്ഥം എന്നും പറയും. ഗീത ശ്രുതി ഗ്രന്ഥമാണ്, എങ്കിൽ കൂടി അത് ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് മനുഷ്യനെ എഴുതി വെക്കേണ്ട, റെക്കോർഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവർക്കത് ഒറ്റ പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ തന്നെ ആ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും സ്മൃതിയിൽ നിന്ന് പോകാത്ത രീതിയിൽ അത് റെക്കോർഡ് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു. നമുക്കറിയാം ഭാഗവതം നമുക്ക് കിട്ടിയത് വ്യാസഭഗവാനിൽ നിന്നാണ്. വ്യാസഭഗവാന് നാരദമുനിയാണ് ഉപദേശിക്കുന്നത്. നാരദമുനി പറഞ്ഞപ്പോൾ വ്യാസഭഗവാൻ എഴുതി വെക്കുകയില്ലായിരുന്നു. വ്യാസഭഗവാൻ അത് ശുഗോസ്വാമിക്ക് കൊടുത്തപ്പോൾ ശുഗോസ്വാമി എഴുതി വെച്ചില്ല. ശുഗോസ്വാമി പരീക്ഷത്തിന് മഹാരാജന് ഉപദേശിച്ചു കൊടുത്തപ്പോൾ ആയിരക്കണക്കിന് 10,000കണക്കിന് സന്തുക്കൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവരെല്ലാം അത് കേട്ടിട്ട് പോകുമായിരുന്നു. അവരാരും അത് നോട്ട് ബുക്കിൽ എഴുതി വെക്കുകയോ ടേപ്പ് റെക്കോർഡ് റെക്കോർഡ് ചെയ്യുകയൊന്നും ചെയ്തിരുന്നില്ലായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് സ്മൃതി വളരെ കൂടുതലായിരുന്നതുകൊണ്ട് ഇതൊന്നും എഴുതി വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പം അങ്ങനെ മനുവിന് കൊടുത്ത ഈ ഉപദേശങ്ങൾ സൂര്യദേവൻ മനുവിന് കൊടുത്തു, മനു അത് ഇക്ഷ്വാകുവിന് കൊടുത്തു. അപ്പം ഇങ്ങനെ ഈ കാൽക്കുലേഷൻ വെച്ച് നോക്കണം. ഈ കാൽക്കുലേഷൻ ഭഗവത്ഗീതയുടെ 4-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ ശ്ലോകത്തിൻ്റെ പർപ്പറട്ടിൽ യഥാരൂപം ഭഗവത്ഗീതയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് അതിൻ്റെ പ്രഭുപാത്ത് അതിൻ്റെ പർപ്പട്ടി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് നമുക്കിപ്പോൾ കാൽക്കുലേഷൻ മൊത്തം വായിച്ചു കഴിഞ്ഞാൽ ഒത്തിരി സമയം എടുക്കുമെന്ന് പറഞ്ഞില്ല. അപ്പോൾ കാൽക്കുലേഷൻ വായിച്ചിട്ടാണ്ട് 12,04,00,000 വർഷങ്ങൾക്ക് മുമ്പാണ് ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിച്ചത്. മനുവിന് ഏതാണ്ട് 20 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ്, ഭഗവാൻ അർജുനന് കൊടുത്തത് 5000 വർഷങ്ങൾക്ക് മുമ്പ്. എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞെന്ന് കഴിഞ്ഞാൽ പലരും തർക്കിക്കാറുണ്ട്. പലരും ഏറ്റവും പഴയ ഗ്രന്ഥങ്ങൾ ഏതാണ്? ഇപ്പോൾ ഭൂമിയുടെ സൃഷ്ടിയുടെ ഏതാണ്ട് ആദ്യ ഭാഗത്ത് തന്നെ, തുടക്കത്തിൽ തന്നെ ഭഗവാൻ സൂര്യദേവന് കൊടുത്ത ഇൻസ്ട്രക്ഷനാണ് ഭഗവത്ഗീത. ഭഗവത്ഗീതയുടെ മഹത്വം നമുക്ക് അതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും. എത്ര മഹത്തായ ഗ്രന്ഥമാണ് ഭഗവത്ഗീത, എത്ര പുരാതന ഗ്രന്ഥമാണ് ഭഗവത്ഗീത. അപ്പോൾ പലർക്കും പല സംശയം, 20 കോടി വർഷങ്ങൾക്ക് മുമ്പുള്ള ഗ്രന്ഥമാണെങ്കിൽ, 4 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ള ഗ്രന്ഥമാണെങ്കിൽ, 5000 വർഷം മുമ്പാണ് ഭഗവാൻ ഇത് അർജുൻ ഉപദേശിച്ചതെങ്കിൽ നമുക്ക് ഇന്നത്തെ വർത്തമാന കാലത്തിൽ, ഇന്നത്തെ ഈ 21-ാം നൂറ്റാണ്ടിൽ ഇതിനെ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയും? ഇതിൻ്റെ പ്രസക്തി എന്താണെന്ന്? തീർച്ചയായിട്ടും ഭഗവത്ഗീത ഒരു സനാതന ധർമ്മമാണ്. ഭഗവത്ഗീത 20 കോടി വർഷങ്ങൾക്ക് മുമ്പുള്ളതാണെങ്കിൽ ഇനി 20 കോടി വർഷം കഴിഞ്ഞാലും ശരി ഭഗവത്ഗീത ഈ ഭൂമുഖത്ത് കാണും. ഭഗവത്ഗീത കൊണ്ട് മനുഷ്യന് ജീവിക്കാൻ പറ്റത്തുള്ളൂ.
മനുഷ്യന് ജീവിക്കേണ്ട ഉപദേശം. അതിന് നമ്മൾ മുമ്പോട്ട് അങ്ങോട്ട് പോകുമ്പോൾ 6, 7, 8, 9, 10 അധ്യായങ്ങളിലേക്ക് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകും ഭഗവത്ഗീതയുടെ ഉദ്ദേശം എന്താണ്, ഭഗവത്ഗീത മാനവ ജന്മത്തിന് എത്രമാത്രം വിലപ്പെട്ട ഗ്രന്ഥമാണ്, നമ്മളുടെ പ്രായോഗിക ജീവിതത്തിൽ ഭഗവത്ഗീത നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഏതാണ്ട് 5000 വർഷങ്ങൾക്ക് മുമ്പാണ് ഭഗവാൻ അർജുന ഉപദേശിച്ചെങ്കിൽ അതിലേണ്ട് 4 ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഇക്ഷാകുവിനും അതിന് 20 കോടി വർഷങ്ങൾക്ക് മുമ്പ് ഭഗവാൻ സൂര്യഭഗവാനും ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ സ്വാഭാവികമായിട്ട് ഉയരുന്നൊരു ചോദ്യം, അപ്പം എന്തിനാണ് ഭഗവാൻ ഈ ഇതിഹാസം, ഈ ഭഗവത്ഗീതയുടെ ഇതിഹാസം അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്? അതിൻ്റെ ആവശ്യം എന്താണ്? കാരണം ഇവിടെ അർജുനനോട് ഭഗവാൻ പറയാൻ പോകേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആധ്യാത്മിക ജ്ഞാനം അല്ലെങ്കിൽ ദിവ്യജ്ഞാനം, ആധ്യാത്മിക ബുദ്ധി എങ്ങനെയാണ് ലഭിക്കുന്നത്, എങ്ങനെ ഒരു വ്യക്തിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അതെങ്ങനെയാണ് നിഷ്കാമ കർമ്മത്തിൽ ഉപയോഗിച്ചുകൊണ്ട് ആധ്യാത്മിക ജ്ഞാനം നേടി കാമം എന്ന് പറയുന്ന ശത്രുവിനെ എങ്ങനെ ജയിക്കാൻ പറ്റും, അതാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ ഇതിഹാസം എന്തിനാണ് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്തത്? അതിന് പല കാരണങ്ങളാണ് നമ്മുടെ ആചാര്യൻ പറയുന്നത്. ഒന്ന്, അതായത് ഗീതയുടെ ഇതിഹാസം പറയുന്നതോടുകൂടി ഗീതയിലുള്ള അല്ലെങ്കിൽ ഈ ഉപദേശത്തിലുള്ള അർജുനന്റെ വിശ്വാസം കൂട്ടുക. 2, ഇത് എത്ര മഹത്വായ ഗ്രന്ഥമാണെന്ന് അർജുനന് പറഞ്ഞു കൊടുക്കുക. അർജുനിലൂടെ നമ്മൾക്കും ചിലപ്പോൾ തോന്നും ഇതിപ്പം അർജുന് യുദ്ധകളത്തിൽ കൊടുത്ത ഉപദേശമാണ്, എൻ്റെ പ്രായോഗിക ജീവിതത്തിൽ ഇതെങ്ങനെ എനിക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും, അല്ലെങ്കിൽ എനിക്കിതിൻ്റെ ആവശ്യമുണ്ടോ? അപ്പോൾ അതിനെല്ലാം ഒരു സംശയ നിവർത്തി വരുത്താൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഈ ഇതിഹാസം പറഞ്ഞത്. ഇത്ര പുരാണ ഗ്രന്ഥമാണ്, പ്രാചീന കാലം മുതൽ ഈ ഭൂമിയിൽ നിലനിൽക്കുന്ന ഗ്രന്ഥമാണ്. അതുകൊണ്ട് തന്നെ ഇത് ഏതൊരു വ്യക്തിക്കും ആവശ്യമുള്ളതാണ്, ഏതൊരു വ്യക്തിയും അർഹതപ്പെട്ടതാണ്, ഏതൊരു വ്യക്തിയുടെ ആധ്യാത്മിക ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു ഗ്രന്ഥമാണ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ആധ്യാത്മിക പ്രശ്നങ്ങളായാലും ശരി, ഭൗതിക പ്രശ്നങ്ങളായാലും ശരി, നേരിടാനുള്ള ഏറ്റവും നല്ല ഉപയോഗം ഭഗവത്ഗീത തത്വങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഭഗവത്ഗീതയിലെ തത്വങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ ഉദാഹരണം പറഞ്ഞു, ദ്രോണാചാര്യരുടെ പുത്രൻ നഷ്ടപ്പെട്ടു എന്ന് കേട്ടപ്പോൾ മാനസികമായിട്ട് തളർന്ന് യുദ്ധം ചെയ്യാതെ യുദ്ധക്കളത്തിൽ തളർന്നിരുന്നു ദ്രോണാചാര്യര്. എന്നാൽ സ്വന്തം 16 വയസ്സുള്ള തൻ്റെ മകന്റെ ശവസംസ്കാരം നടത്തിയതിനു ശേഷം കൂടുതൽ കരുത്താർജിക്കായിരുന്നു അർജുനൻ. കാരണം അർജുനന് ഗീതയുടെ ഉപദേശം ലഭിച്ചിരുന്നു, ദ്രോണാചാര്യർക്ക് ലഭിച്ചിരുന്നില്ല. അപ്പോൾ ജീവിതത്തിൽ വരുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ നേരിടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗീതയെ ഉൾക്കൊള്ളാൻ പഠിക്കണം, ഗീത മനസ്സിലാക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇവിടെ അർജുനനോട് ഭഗവാൻ ഈ ഉപദേശത്തിൻ്റെ ചരിത്രം അല്ലെങ്കിൽ ഈ മഹത്വായ തത്വത്തിൻ്റെ ഇതിഹാസം എന്തിനാ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, അർജുനന്റെ വിശ്വാസം കൂട്ടുക. 2, നമ്മളെ പോലുള്ള ഈ കലിയുഗത്തിലെ പ്രാണികൾക്ക്, വ്യക്തികൾക്ക് ഭഗവത്ഗീതയുടെ മഹത്വം മനസ്സിലാക്കി തരിക. ഇനി ഒരു കാരണം കൂടെ ഉണ്ട്. അർജുനൻ ചിലപ്പോൾ വിചാരിക്കും ഈ ഭഗവത്ഗീത എന്ന് പറയുന്ന തത്വങ്ങൾ എന്നെപ്പോലുള്ള രാജാക്കന്മാർക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നു, ഒരു രാജാവിൻ്റെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പറ്റും, അത് സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും എന്ന് അർജുനൻ ചിന്തിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കും ഇതൊക്കെ വലിയ വലിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും, നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ 2 വിഭാഗത്തിലുള്ള ജനങ്ങളെയും ഇത് കേൾക്കുന്ന വ്യക്തികളെയും ഒരുപോലെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ഈ ഇതിഹാസം പറഞ്ഞു തരുന്നത്. ആദ്യം നമുക്ക് നോക്കാം അർജുനനോട് ഭഗവാൻ പറയാനുള്ള കാരണം. ഇത് പറഞ്ഞു കൊടുത്തവർക്ക് മനു ഭൂമിയുടെ രാജാവായിരുന്നു. അർജുനൻ ഭാരതത്തിന്റെ രാജാവായിരുന്നു. അപ്പം ഇവിടെ അന്ന് ജീവിച്ചിരുന്ന രാജാക്കന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠമായിരുന്നു പാണ്ഡവരെങ്കിൽ, അല്ലെങ്കിൽ ആ വംശമെങ്കിൽ, കുരുവംശമെങ്കിൽ, മൊത്തം ഭൂമിയെ ഭരിച്ചിരുന്ന മനുവിന് ഉപദേശം കിട്ടി. മനു കഴിഞ്ഞിട്ട് ഇക്ഷാകു, അതായത് സൂര്യവംശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പ്രശസ്തനായ രാജാവായിരുന്നു ഇക്ഷാകു. അപ്പൊ ഇക്ഷാകുവിനും മനുവിനും ഭഗവത്ഗീത ഉൾക്കൊള്ളുകൊണ്ട് ജീവിക്കാൻ കഴിയുമെങ്കിൽ അർജുന എന്തുകൊണ്ട് നിനക്ക് പറ്റത്തില്ല? അതാണ് ഭഗവാൻ ഈ ചരിത്രം അല്ലെങ്കിൽ ഈ മഹത്തായ തത്വത്തിന്റെ ഇതിഹാസം അർജുനോട് പറയുന്നത്. നമ്മളെ പോലുള്ളവർ ചിലപ്പോൾ ചിന്തിക്കും അർജുനെ പോലുള്ള വ്യക്തികൾക്ക് വേണ്ടി, അർജുനെ പോലുള്ള മഹത്തായ രാജാക്കന്മാർക്ക് വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഭഗവാൻ കുരുക്ഷേത്രത്തിന്റെ യുദ്ധഭൂമി തെരഞ്ഞെടുത്തത്. കാരണം നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ചെറുതും വലുതുമായ യുദ്ധങ്ങളാണ് ജീവിതത്തിൽ നടക്കുന്നത്.
അപ്പൊ അർജുനെ പോലെ മഹത്തായ ഒരു വ്യക്തി ഏറ്റവും കൂടുതൽ എൻഗേജ് ആയിരുന്ന സമയത്ത്, ഏറ്റവും കൂടുതൽ മാനസികമായി തകർന്നിരുന്ന സമയത്താണ് ഞാൻ ഗീത പറഞ്ഞു കൊടുക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങൾക്കിത് പ്രയോജനപ്പെടുത്തിക്കൂടാ? അപ്പൊ അർജുനന്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ വിഷമഘട്ടത്തിൽ, വിഷമസന്ധിയിൽ ഭഗവത്ഗീതയിലൂടെ ആ വിഷമസന്ധിയെ തരണം ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ എന്തുകൊണ്ട് നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ കഴിയില്ല? ഇവിടെ 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഒന്ന്, അർജുനൻ ഒരു രാജാവായിരുന്നു. അർജുനന്റെ ജീവിതത്തിൽ വന്ന പ്രശ്നത്തിൽ അർജുനൻ ഗീതാപദേശം കൊണ്ട് അർജുനൻ ആ വിഷമഘട്ടത്തെ തരണം ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ അർജുനനെ പോലെ അത്രയും വലിയ വലിയ പ്രശ്നങ്ങൾ നമ്മളുടെ ജീവിതത്തിൽ, കാരണം വലിയ ആൾക്കാരുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം അംബാനിക്കോ ടാറ്റയ്ക്കോ കടമുണ്ടെന്ന് പറഞ്ഞാൽ ആ കടങ്ങൾ കോടികളിലായിരിക്കും. ഇപ്പം എനിക്കോ നിങ്ങൾക്കോ കടമുണ്ടെന്ന് പറഞ്ഞാൽ 1000-ലോ 10,000-ലോ ആയിരിക്കും. കുറച്ചുകൂടി വലിയ ആൾക്കാർക്കാണെങ്കിൽ ലക്ഷങ്ങളിലായിരിക്കും. പറഞ്ഞ് മനസ്സിലായി കാണുമല്ലോ.